കൊല്ലത്തേക്ക് ഒരു ടൂർ പോകാം എന്ന് പറയുമ്പോൾ കൊല്ലത്തെ ഒരുപാട് കാഴ്ചകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. കൊല്ലം ബീച്ച്, തങ്കശ്ശേരി ബീച്ച്, ചടയമംഗലത്തെ ജടായുപ്പാറ, തെന്മല, പാലരുവി വെള്ളച്ചാട്ടം, അങ്ങനെ വ്യത്യസ്തമായ കാഴ്ചകളാണ് കൊല്ലത്ത് ഉള്ളത്. അഷ്ടമുടി കായൽ കുറെ അധികം കാഴ്ചകൾ സമ്മാനിക്കും. വിശാലമായ കായലും അതിലൂടെയുള്ള ബോട്ട് യാത്രയും ഓർത്തിരിക്കുന്ന ഒരു അനുഭവം തന്നെയാണ്. മൺട്രോ തുരുത്ത് ഒരു വ്യത്യസ്ത പ്രദേശം തന്നെയാണ്. ഇതേ അഷ്ടമുടി കായലിൽ തന്നെയാണ് സാമ്പ്രാണിക്കോടി സ്ഥിതി ചെയ്യുന്നത്. മറ്റിടങ്ങളിൽ നിന്ന് വേറിട്ട കാഴ്ചകളാണ് സാമ്പ്രാണിക്കോടി നൽകുന്നത്. കൊല്ലം പട്ടണത്തിൽ നിന്നും തൃക്കടവൂർ വഴിയോ അഞ്ചാലുമൂട് വഴിയോ പെരുന്നാടെത്തി അവിടെ നിന്നും പ്രാക്കുളം വഴി സാമ്പ്രാണിക്കോടിയിൽ എത്താം. അവിടെ മാടാണിക്കാവ് ക്ഷേത്രത്തിന് അടുത്താണ് സാമ്പ്രാണിക്കോടി. അവിടെ എത്തിയാൽ കായൽ തീരത്ത് ഒരു റെസ്റ്റോറന്റും DTPCയുടെ ടിക്കറ്റ് കൗണ്ടറും കാണാം. പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും അവിടെയുണ്ട്. കൊല്ലം DTPC ആണ് ഇവിടുത്തെ സൗകര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇവിടെ നിന്നും ഒരാൾക്ക് 150 രൂപ ടിക്കറ്റ് എടുത്ത് സാമ്പ്രാണിക്കൊടി ടൂറിസം പോയിന്റിലേക്ക് ബോട്ടിൽ പോകാം. 10 പേർക്ക് വരെ കയറാവുന്ന ബോട്ടാണ് ഇവിടെയുള്ളത്. DTPC പെർമിറ്റ് നൽകിയിരിക്കുന്ന ഡ്രൈവർമാരാണ് ബോട്ടുകൾ നിയന്ത്രിക്കുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. കരയിൽ നിന്നും 300 മീറ്റർ ദൂരമേ ഉള്ളുവെങ്കിലും ഓളപ്പരപ്പിൽ സുരക്ഷിതമായി എത്തുന്നതിന് അല്പം ചുറ്റിയാണ് ബോട്ടുകൾ സഞ്ചരിക്കുന്നത്. ഉച്ച കഴിഞ്ഞ് കായലിൽ വലിയ ഓളമാണ്. യാത്ര അതിനാൽ തന്നെ ആവേശകരവും. ഓളവും കാറ്റും ഒഴിവാക്കണമെന്ന ചിന്തയുണ്ടെങ്കിൽ രാവിലെ എത്തുന്നതാണ് നല്ലത്. ഈ ഓളപ്പരപ്പിലൂടെ നമ്മൾ ഏതോ കരയിലേക്കാണ് പോകുന്നത് എന്ന് ധരിക്കേണ്ട. ബോട്ടിൽ നിന്നും നമ്മൾ ഇറങ്ങുവാൻ പോകുന്നത് ഒരു റബ്ബർ പ്ലാറ്റ്ഫോമിലേക്കാണ്. അതിന് അടുത്തെങ്ങും ഒരു കരയില്ല. പ്ലാറ്റ്ഫോമിൽ നിന്നും കായലിലേക്ക് ഇറങ്ങുന്നതാണ് അടുത്ത പടി. പേടിക്കാനൊന്നുമില്ല. ഈ ഭാഗത്ത് മുട്ടിന് താഴെ വെള്ളമേ ഉള്ളൂ. താഴെ ചെളിയാണെന്ന് കരുതേണ്ട. നന്നായി ഉറച്ച മണൽത്തിട്ടയാണ് താഴെ. തികച്ചും സ്വാഭാവികമായ കായൽ അടിത്തട്ട് പോലെ മണലും കക്കയും ചിപ്പിയും മീനുകളുമൊക്കെയുള്ള ഒരു മണൽത്തിട്ട. ഇടയ്ക്ക് വളർന്നു നിൽക്കുന്ന കണ്ടൽ മരങ്ങൾ. മുട്ടോളം കായൽ ജലത്തിൽ നീന്തി രസിക്കുന്ന സന്ദർശകർ. വെള്ളത്തിൽ മേശകൾ സജ്ജീകരിച്ച് അതിനു മുകളിൽ ഭരണികൾ നിരത്തി ബിസ്ക്കറ്റും മിഠായികളും കച്ചവടം ചെയ്യുന്ന വനിതകൾ. ഇതൊക്കെയാണ് സാമ്പ്രാണിക്കോടിയിലെ കാഴ്ച. കണ്ടൽ മരങ്ങളെ നേരിട്ട് കാണുവാനും പരിചയപ്പെടാനും ഉള്ള ഒരു സ്ഥലം കൂടിയാണിത്. ഉപ്പ് രസമുള്ള പ്രദേശങ്ങളിൽ വളരുന്ന ചെറുമരങ്ങളാണ് കണ്ടൽ അഥവാ മാംഗ്രോവ്സ്. മരങ്ങളുടെ ചുവട്ടിൽ മുകളിലേക്ക് സൂചി പോലെ കൂർത്തു നിൽക്കുന്ന വേരുകൾ ഇവയുടെ പ്രത്യേകതയാണ്. ഈ വേരുകളും ശാഖകളും ഇടചേർന്ന് നിർമ്മിക്കുന്ന പ്രത്യേക ആവാസ വ്യവസ്ഥ ചെമ്മീനുകൾ, ഞണ്ടുകൾ, മത്സ്യങ്ങൾ തുടങ്ങിയവയുടെ പ്രജനന കേന്ദ്രങ്ങളാണ്. കൊല്ലം പട്ടണത്തിന് 12 കിലോമീറ്റർ വടക്ക് അഷ്ടമുടി കായലിന്റെ തീരത്ത് പ്രാക്കുളം പ്രദേശത്തിന് സമീപത്തുള്ള ഒരു കായൽ ഗ്രാമമാണ് സാമ്പ്രാണിക്കോടി. തൃക്കരുവ ഗ്രാമപഞ്ചായത്തിന്റെ 13ാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശമാണിത്. സാമ്പ്രാണിക്കോടി കൊല്ലം ജില്ലയുടെ ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചിട്ട് ഏകദേശം 10 വർഷത്തോളമേ ആയിട്ടുള്ളൂ. പണ്ടുകാലങ്ങളിൽ ഇവിടെ ധാരാളമായി വളർന്നിരുന്ന കണ്ടൽ മരങ്ങൾക്ക് സാമ്പ്രാണി മരങ്ങൾ എന്ന് പേരുണ്ടായിരുന്നതാണ് സാമ്പ്രാണിക്കോടി എന്ന പേരിന് കാരണം എന്ന് ചിലർ കരുതുന്നു. എന്നാൽ അറബിക്കടലിൽ നിന്നും അഷ്ടമുടി കായലിലെത്തി നങ്കൂരമിട്ടിരുന്ന ചൈനീസ് കപ്പലുകളെ സാമ്പ്രാണി കപ്പലുകൾ എന്ന് വിളിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ പേര് വന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. ദേശീയ ജലപാത ആഴം കൂട്ടുന്നതിനായി 2 തവണയായി ഡ്രഡ്ജ് ചെയ്ത മണൽ ഈ പ്രദേശത്ത് നിക്ഷേപിക്കുകയായിരുന്നു. അങ്ങനെ ഉയർന്നു വന്ന മണൽത്തിട്ടയിൽ കണ്ടൽ വനം സ്വാഭാവികമായി വളർന്നു വന്നപ്പോൾ ഈ പ്രദേശത്തിന്റെ പ്രകൃതി ഭംഗി കേട്ടറിഞ്ഞ് ആളുകൾ ഇവിടേക്ക് എത്തിത്തുടങ്ങിയതാണ്. ആഴം കുറവായതിനാൽ സുരക്ഷിതമായി ഇവിടെ കായൽ അടിത്തട്ടിലൂടെ നടക്കാം എന്നത് വേറിട്ട ഒരു അനുഭവമായി മാറി. ഇന്ന്
നൂറുകണക്കിന് സന്ദർശകരാണ് ഇവിടേക്ക് എത്തുന്നത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ആണ് ഇവിടേക്കിപ്പോൾ ആളുകളെ എത്തിക്കുന്നത്. ഗ്രാമത്തിലെ ഒരു വീട്ടമ്മ മുരിക്ക് എന്ന് അവർ വിളിക്കുന്ന ഒയസ്റ്റർ ശുചിയാക്കുകയാണ്. ആവശ്യക്കാർക്ക് വിലയ്ക്ക് വാങ്ങാം. കിലോയ്ക്ക് 300 രൂപയാണ് വില. പാനീയങ്ങളും മിഠായികളും ഐസ്ക്രീമും ഒക്കെ ഇവിടെ വിൽക്കപ്പെടുന്നു. കടകളൊക്കെയും വെള്ളത്തിൽ തന്നെയാണ്. വിൽക്കുന്നവർ മുഴുവൻ സമയവും വെള്ളത്തിൽ നിൽക്കണം. എങ്കിലും സാധനങ്ങൾക്കെല്ലാം ന്യായവില മാത്രമേ ഈടാക്കുകയുള്ളൂ. ഒയസ്റ്റർ വൃത്തിയാക്കുന്ന ജോലി തീരാറായി. ആളുകൾ കൗതുകത്തോടെ ശ്രദ്ധിക്കുന്നുണ്ട്. കായൽ തട്ടിൽ നിന്നും മുങ്ങിയെടുക്കുന്നതാണ് മുരിക്ക്. സാധാരണ കക്ക ഇറച്ചിയിൽ നിന്നും വ്യത്യസ്തമാണ് ഇത്. വള്ളക്കാരന്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടവർ ഒയസ്റ്റർ വിലക്ക് വാങ്ങുന്നുണ്ട്. തന്നെയാണ് മൊത്തം കായല്. ആഴം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നിടത്തുനിന്ന് ആ ബോട്ടിൽ കയറി ബോട്ട് 30 മീറ്റർ വരെ ആഴമുള്ളൂ. ഇങ്ങോട്ടല്ല ആഴം. അവിടുത്തെ ഡ്രഡ്ജ് ചെയ്തതായി മണ്ണല്ലേ? അവിടുത്തെ ഡ്രഡ്ജ് ചെയ്തതല്ല, ഈ ബോട്ടിന്റെ അപ്പുറം കൂടെ. പക്ഷെ ഇപ്പൊ ആഴമില്ല. ഈ മണ്ണ് അങ്ങോട്ടും പോയി അവിടെ ആഴം കുറഞ്ഞിരിക്കുകയാണ്. ഡ്രഡ്ജ് ചെയ്തതിൽ അവിടം വരെ ചെയ്യുന്നുള്ളൂ. തൂല കറുപ്പ് കാണുന്നുണ്ടോ? ആ പുള്ളിയുടെ അപ്പുറത്തെ ഒരു പാരി കറുപ്പ് ഉണ്ടോ? അത് കല്ല. ആ കല്ലിന്റെ അടുത്ത് വരെ ചെല്ലാൻ ഒത്തിട്ടുണ്ട്. പിന്നെ ഒക്കത്തില്ല, ആ കല്ല് പൊട്ടുന്നില്ല. അതിന്റെ പേര് അവിടെ വെച്ച് കട്ട് ചെയ്തു മാറ്റി. പിന്നെ അത് ഇവിടെ കടന്ന് ഈ മണ്ണ് അങ്ങോട്ട് വീണ് ഇത് ഇത്രയും പൊക്കത്തിലുണ്ടായിരുന്നു. ഇവിടെ പൊക്കത്തിലുണ്ടായിരുന്നു. ഏത് മേഖലയിലാണ് ചേർത്ത ജോലി ചെയ്തോണ്ടിരുന്നത്? ഞങ്ങള് അഷ്ടമണി കായൽ തന്നെ. എന്ത് ജോലിയായിരുന്നു? മത്സ്യബന്ധനം. ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും ഉണ്ട്. ഏത് സമയത്താണ് മീൻ പിടിക്കുന്നത്? അത് നമുക്ക് പോവാം. പക്ഷെ ഇവിടെ 6 മണിക്ക് ശേഷം ഈ ഒരു പ്രോജക്റ്റ് വന്നതിന്റെ പേരിൽ കാലത്ത് അവർ 9:30 തുടങ്ങി വൈകിട്ട് 6 മണി വരെ ഇവിടെ ഉണ്ട്. ഈ 6 മണിക്ക് ശേഷമേ ഇവിടെ മത്സ്യബന്ധനത്തിന് വരാനൊക്കെ. പുരുഷന്മാർ സൗഹൃദ ഭാവത്തിൽ ആളുകളെ ബോട്ടിങ്ങിന് ക്ഷണിക്കുന്നുമുണ്ട്. അരമണിക്കൂർ ബോട്ടിങ്ങിന് ഒരാൾക്ക് 50 രൂപ മാത്രമാണ് ചാർജ്. അവർ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന വലിയ ബോട്ടുകളാണ്. കൊറോണയൊന്നും വന്നില്ല ഇവിടെ അല്ലേ? ബോട്ട് യാത്രക്കിടയിൽ പ്രദേശത്തിന്റെ പ്രത്യേകതകളും മറ്റു വിശേഷങ്ങളുമൊക്കെ അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. സന്ദർശകർക്ക് ആവശ്യമായ ഭക്ഷണപാനീയങ്ങൾ വിതരണം ചെയ്യുന്നതും ഇവിടുത്തെ ആതിഥേയരായി പെരുമാറുന്നതുമെല്ലാം സാമ്പ്രാണിക്കോടി ദ്വീപ് നിവാസികളാണ്. സാമ്പ്രാണിക്കോടി ടൂറിസം പോയിന്റിൽ നിന്നും 250 മീറ്റർ അകലെയാണ് സാമ്പ്രാണിക്കോടി ദ്വീപ്. അഷ്ടമുടി കായലിലെ മത്സ്യത്തൊഴിലാളികളാണ് ഈ ദ്വീപ് നിവാസികൾ. വേലിയും മതിലുമില്ലാതെ എല്ലാവരും ഒരു കുടുംബം പോലെ കഴിയുന്നവരാണ് തങ്ങൾ എന്നതാണ് അവർ അവരെക്കുറിച്ച് തന്നെ വിശേഷിപ്പിക്കുന്നത്. പാചകം സാധാരണ നമ്മളിപ്പം ബീഫ് ചെയ്തില്ലേ, ബീഫിന്റെ നമ്മളെ കക്കാട ഒച്ചിന്റെ ഒക്കെ പാചകം ഉണ്ടല്ലോ, അതേ
കുരുമുളകോടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടാൽ കേടില്ലാത്ത സാധനമാണ്. നമ്മൾ പച്ചക്കടിക്കുന്നത് അതിനെ പിന്നെ നമുക്ക് വേവ് കുറഞ്ഞാലും വേവ് കൂടുതൽ കുഴപ്പം. എണ്ണക്കകത്തിട്ട് നമ്മളിപ്പോൾ സാധാരണ അടുപ്പ വെച്ച് വെള്ളം ഇല്ലാതെ വെള്ളം പിരിഞ്ഞ് പറ്റി വെച്ചാൽ വെക്കുക അടുപ്പേ. അത് വെള്ളം വെന്ത് പറ്റിക്കിട്ട് ബാക്കിയുള്ള അരപ്പുകൾ ചെയ്താൽ മതി. വെള്ളം ഒഴിക്കരുത്. വേവുമ്പോൾ വെള്ളം ഇറങ്ങില്ല. ഇത് വെള്ളമാണ്. ഇത് കല്ലിക്കാൻ പിടിക്കുന്ന സാധനമല്ല. ഇത് വേണ്ട. ഇത് വെള്ളം പിരിഞ്ഞ് വെച്ച് വേവുമ്പോൾ വെന്ത് വെള്ളം ഇറങ്ങി ചെയ്യും. വെന്ത് ഇറങ്ങി ആ വെള്ളം പറ്റി ബാക്കിയുള്ള അരപ്പുകൾ സാധാരണ ഒന്നും വേണ്ട. സാധാരണ വെള്ളം പിരിഞ്ഞ് വെച്ചാൽ എന്നിട്ട് വെന്ത് വരുമ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതിനെ കിട്ടുമ്പോൾ സാധനം പച്ച കഴിക്കുന്ന സാധനം അതിനേക്കാൾ ചിപ്പി അതെന്ന് പറഞ്ഞാൽ താനുണ്ട്. ആ താരങ്ങളെ കാണും. ഇതിലാവുന്നില്ല. ഇത് വകയും ഇത് ഈ ഭാഗത്താണ് കല്ല് താഴെ അവിടെ തന്നെ കിടക്കുന്ന ജീവനുള്ള അത് വെള്ളത്തിരിക്കുമ്പോഴേ ഇത് വാ തുറന്നിരിക്കത്തില്ല. ഇത് വേറൊന്നും കഴിക്കത്തില്ല. ഇത് വെള്ളത്തിന് മറ്റു കാര്യമൊക്കെ ഉണ്ട് കഴിക്കുന്നത്. സാധാരണ ഈ വെള്ളനീര് തന്നെ കൂടുതലും സന്ദർശകരോട് തികച്ചും സൗഹാർദ്ദപരമായും മാന്യമായുമാണ് സാമ്പ്രാണിക്കോടി നിവാസികൾ ഇടപെടുന്നത്. കച്ചവടം ചെയ്യുന്നു എന്നതിനേക്കാൾ കായൽ നടുവിൽ കാറ്റിനും ഓളത്തിനും ഇടയിൽ നാട്ടുകാരായ ചില ആളുകൾ ഉള്ളത് പേടികൂടാതെ കായൽ നടത്തം ആസ്വദിക്കുവാൻ സന്ദർശകർക്ക് വലിയ ഒരു സഹായമാകുന്നുണ്ട്. സാമ്പ്രാണിക്കോടി ഐലൻഡിലൂടെ നിങ്ങൾക്ക് അത്രയും കൂടി വെള്ളയിനകത്ത് കടത്തുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും നടക്കാം. എല്ലാവരും വരണം. നല്ല ഒരു ടൂറിസ്റ്റാണ്. ഒഴിഞ്ഞ കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും കായലിൽ വലിച്ചെറിയാതെ കൃത്യമായി കച്ചവടക്കാർ തന്നെ ഉത്തരവാദിത്വത്തോടെ ശേഖരിക്കുന്നു. സാമ്പ്രാണിക്കോടിയുടെ തനിമയും ഗ്രാമീണ അന്തരീക്ഷവും നാടൻ രീതികളും തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം. ഇത്തരം സ്ഥലങ്ങളിലെ ടൂറിസം പ്രവർത്തനങ്ങളിൽ നാട്ടുകാർക്ക് കൂടുതൽ പങ്കാളിത്തം നൽകി അവരെ കൂടി സഹകരിപ്പിക്കുന്നത് കൂടുതൽ പ്രയോജനകരമാവും എന്നാണ് തോന്നുന്നത്. സന്ദർശകർക്ക് സുരക്ഷിതവും ആസ്വാദ്യകരവുമായ ഒരു സന്ദർശന അനുഭവം നൽകാനായാൽ സാമ്പ്രാണിക്കോടി മികച്ച ഒരു എത്നിക് ടൂറിസം കേന്ദ്രമായി നിലനിൽക്കും.